63 വർഷത്തിനിടയ്ക്ക് പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെയാണോ ചെയ്തത് ആ കാര്യങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ജി സുധാകരൻ വാർത്താ സമ്മേളനം നടത്തിയത്. തിരികെ എത്താം. ഇപ്പോൾ നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് BN ഭാസ്കർ ചേരുന്നുണ്ട്. ശ്രീ BN ഭാസ്കർ, ഇപ്പോൾ ജി സുധാകരൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം സ്വതന്ത്രനായ അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. UDFന്റെ ഒന്നും പിന്തുണയില്ല, ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ ജി സുധാകരനുമായി രാഷ്ട്രീയപരമായും അല്ലാതെയും നല്ലൊരു വ്യക്തിബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് താങ്കൾ. ആ ഒരു നിലയ്ക്ക് ഇപ്പോൾ ജി സുധാകരന്റെ ഈ ഒരു തീരുമാനത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ജി സുധാകരന്റെ ഞാനിന്ന് രാവിലെ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു. അദ്ദേഹം ഇത്തരമൊരു തീരുമാനത്തിൽ ആണ് എന്ന് എന്നോട് സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ വിവരം അദ്ദേഹം 11 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് കൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ചൊന്നും അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ഇത് നേരത്തെ അദ്ദേഹം കുറെ നാളുകളായി അദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന വസ്തുതകളാണ് പാർട്ടി നേതാക്കന്മാരിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ വല്ലാതെ മുറിവേൽപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനുള്ള എല്ലാ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, ശക്തമായ നിലപാടിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണങ്ങളും പിന്തുണയും UDF പാളയത്തിൽ നിന്നുണ്ടാകും എന്നു തന്നെയാണ് ഞാനിപ്പോ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ശരി, താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകനാണല്ലോ. അപ്പോൾ ഈ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഈ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെ CPIM എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? പ്രതിരോധത്തിലാകുന്ന ഒരു വസ്തുതയാണ് ഇപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്. CPM ഘട്ടത്തിൽ വല്ലാതെ പ്രതിരോധത്തിലാണ്. അത് ആ ഡാമേജ് മാറ്റിയെടുക്കുന്നതിന് CPM നന്നേ പാടുപെടേണ്ടി വരും, അമ്പലപ്പുഴയിലും ആലപ്പുഴയിലും മറ്റിതര ജില്ലകളിലും എന്നാണ് ഞാൻ കരുതുന്നത്. രാവിലെ ഒരു കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊരു UDFന്റെ ഒരു ദൂതനായിട്ടായിരുന്നു ഇന്നത്തെ അദ്ദേഹവുമായുള്ള ഒരു കൂടിക്കാഴ്ച? അല്ല, അദ്ദേഹത്തെ ഞാൻ കണ്ടിരുന്നത് ചില ദൗത്യങ്ങൾ എനിക്കുണ്ടായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ പറയുന്നതിനുള്ള സമയം ഇപ്പോഴും ആയിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നത്. ശരി, നന്ദിയുണ്ട് ശ്രീ അഡ്വക്കേറ്റ് BN ഭാസ്കർ. രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് BN ഭാസ്കർ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് ജി സുധാകരൻ. സ്വതന്ത്രനായ അമ്പലപ്പുഴയിൽ മത്സരിക്കാനാണ് ഇപ്പോൾ അദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നത്. വാർത്താമാധ്യമങ്ങളോട് അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ തന്നെ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ മത്സരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ആരോടും സംസാരിച്ചിട്ടില്ല എന്നും കോൺഗ്രസിൻ്റെ പിന്തുണയെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ സ്വതന്ത്രനായി തന്നെ അമ്പലപ്പുഴയിൽ മത്സരിക്കാനാണ് ഇപ്പോൾ സുധാകരൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പിന്തുണ തരുന്നവർ തരട്ടെ, അപ്പോൾ നോക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും താനൊരു കൺവെൻഷനുമില്ല, ചൂരെഴുത്തിനുമില്ല, ആരെങ്കിലും ജി സുധാകരന് വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എന്തായാലും പാർട്ടി സെക്രട്ടറിക്കെതിരെ ഒന്നും പറയാനില്ല എന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണനാണ് എല്ലാത്തിനും ഒരു ഒറ്റമൂല്യം എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ജി സുധാകരൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി തന്നെ മത്സരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും